ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ കുക്കിങ്ങും ഏകദേശമുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി കുറച്ച് ക്ലീനിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞു. സ്കൂളിലേക്ക് പോകേണ്ടവർ സ്കൂളിലേക്കും ഓഫീസിൽ പോകേണ്ടവരൊക്കെ പോയി. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പൂജാ റൂം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അത് എല്ലാ ആഴ്ചയും നമുക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും നമ്മുടെ പൂജാ റൂം ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ താഴേക്കൊന്ന് അടിച്ച് വാരി തുടച്ചിട്ടാണ് വിളക്ക് വെക്കാറുള്ളത്. എല്ലാ ദിവസവും നമുക്ക് ക്ലീൻ ചെയ്യുക പറയുമ്പോൾ ഡീപ്പായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ പൂജാ റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വിളക്ക് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൂജാ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തെടുത്ത് വെച്ചു. അതിനുശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ വിളക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ദിവസവും ചിലർ നമ്മുടെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ എല്ലാ വിളക്കും എല്ലാ ഫോട്ടോസും അതുപോലെ ദൈവ റൂമും ഉണ്ടെങ്കിൽ ദൈവ റൂം ഇല്ല നമ്മൾ എവിടെയാണോ നമ്മുടെ ഫോട്ടോസൊക്കെ വെക്കുന്നത് അവിടെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും വൃത്തിയോടും ശുദ്ധത്തോടും ഇരുന്നാൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാകുക, വൃത്തിയില്ലാണ്ടിരിക്കുക, നമ്മുടെ സോഫയിലും സെറ്റിയിലൊക്കെ കണ്ടത് വെച്ചിരിക്കുക, അതുപോലെ കയറിപ്പോകുന്ന നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയൊക്കെ വേണ്ടാത്ത പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവും. പക്ഷെ നമുക്ക് പോയാൽ തന്നെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാവില്ല അല്ലേ. അതൊന്നും ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും, ഒരു ഒതുക്കമില്ലാത്ത പോലെ തോന്നും, പോയത് ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. എവിടെയാണോ നല്ല വൃത്തിയോടും ശുദ്ധത്തോടും നമുക്ക് മാക്സിമം നമ്മുടെ പരമാവധി രീതിക്ക് വൃത്തിയാക്കാൻ പറ്റുന്നോ അങ്ങനെയുള്ള വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മുടെ മഹാലക്ഷ്മി കുടിയിരിക്കുള്ളൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ചേട്ടാ ഭഗവതിയാണ് കുടിയിരിക്കുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ വൃത്തിയാക്കിയിടാനും ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോൾ ഡീപ്പായി ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ക്ലീനാക്കി വെക്കണം, അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ട് ക്ലീനാക്കി വെക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളെ ഈ വീഡിയോയിൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്നും നമ്മുടെ വീട് വൃത്തിയായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. എന്നും നമുക്ക് പോസിറ്റീവായി ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അതിലാദ്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഡോർ പറയുമ്പോൾ അവിടെ ലക്ഷ്മി വാസവും നമ്മുടെ പരദേവതകളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബദൈവമൊക്കെ കൂടിയിരിക്കുന്നതാണെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ കട്ട്ല, ഫ്രണ്ട് ഡോറിൻ്റെ ഉൾവശം, ഫ്രണ്ട് കട്ട്ല ഇതെല്ലാം നമ്മൾ നല്ല പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വാതിൽ നമ്മൾ ഡീപ്പായി തന്നെ നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാതിലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ കൂട്ടിയിട്ടുണ്ടായിരിക്കും, അറിയാത്ത വാറാലകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ മാറ്റി നല്ലപോലെ തന്നെ നമ്മുടെ വാതിൽ വെള്ളവും അതുപോലെ ഒരു തുണിയൊക്കെ ഇട്ട് നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തിടണം കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വാതിലിൻ്റെ കട്ട്ല ഇതെല്ലാം നല്ലപോലെ തുടച്ചെടുക്കണം. നമ്മൾ സാധാരണ നമ്മുടെ അകമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് കട്ട്ല എന്നും നമ്മൾ തുടയ്ക്കാറുണ്ടാവും. പക്ഷേ നമ്മുടെ വാതിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വാതിൽ നമ്മൾ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വാതിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോസ് അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ല ക്ലീനായി തന്നെ തുടച്ചിരിക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മുടെ വാതിലല്ല നമ്മുടെ ഫോട്ടോയിൻ്റെ പിൻവശത്ത് അങ്ങനെ വെള്ള പൂപ്പൽ പോലെയൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫോട്ടോസിൻ്റെ ബാക്കിലൊക്കെ അങ്ങനെ വെള്ള പൂപ്പലോ അതുപോലെ വാറാലുകളോ പൊടികളോ എല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം
അത് നല്ലപോലെ തന്നെ ആദ്യം പേപ്പറിട്ട് തുടച്ച് അതിന് ശേഷം ഒരു തുണിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തുണി പിഴിഞ്ഞിട്ട് അങ്ങനെയും തുടയ്ക്കുക. അങ്ങനെ തുടയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസിന് ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പേപ്പറൊക്കെ ഇട്ട് ആദ്യം തുടച്ചതിന് ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മളിതുപോലെ ഫോട്ടോസ് തുടയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഴ്ചയിൽ തുടയ്ക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഫോട്ടോസിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വെള്ളപ്പൊടികളും വാറാലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവായിരിക്കും. അപ്പോൾ എന്നും നമ്മുടെ ഫോട്ടോസും ദൈവറൂമും നമ്മൾ മാക്സിമം വൃത്തിയാക്കാൻ പറ്റുന്ന രീതിക്ക് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതും ആഴ്ചയിൽ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മുടെ കൃഷ്ണ വിഗ്രഹം അതുപോലെ ശിവ വിഗ്രഹം ഉണ്ടെന്നോ അതെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം ആ വേസ്റ്റെല്ലാം ഒരു കവറിലാക്കി നമ്മുടെ പേപ്പറെല്ലാം അത് പൊതിഞ്ഞ് അതെല്ലാം നമ്മൾ നമ്മുടെ പേപ്പറെല്ലാം മാറ്റി വെക്കുന്ന സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചന്ദനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചന്ദനം ഉരച്ചുണ്ടാക്കാനൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം കട്ടയായിട്ടുള്ള ചന്ദനം തന്നെയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ പൊട്ട് തൊടിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല സുഗന്ധമായിരിക്കും. സുഗന്ധമുള്ളവിടെ മാത്രമേ നമ്മുടെ മഹാലക്ഷ്മി വാസം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ പൊട്ട് തൊടുമ്പോൾ നമ്മൾ പൊട്ട് തൊടുന്ന പൊട്ടിന് നല്ല തെളിച്ചും ഉണ്ടാകും കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ചന്ദനം മാത്രം ചേർത്തിട്ട് ചെയ്യുമ്പോൾ അത്ര തെളിച്ചം കിട്ടില്ല. നമ്മൾ വാതിലൊക്കെ കുറിയിടുന്ന സമയത്ത് മഞ്ഞൾ കൂടെ ചേർക്കുമ്പോൾ നല്ല തെളിച്ചം കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ കൂടെ നമുക്ക് ജവ്വാതൊക്കെ ചേർക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വിളക്കിനൊക്കെ പൊട്ട് തൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 പൊട്ടോ അല്ലെങ്കിൽ 5 പൊട്ടോ ഒക്കെ നമുക്ക് തൊടിക്കുക കേട്ടോ. അപ്പോൾ നിലവിളക്കിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. കഴുകി തുടച്ച് വെച്ചതിൽ നമ്മൾ പൊട്ടൊക്കെ തൊടിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ കട്ട്ലിയിൽ ഇതുപോലെ നമ്മൾ പൊട്ട് തൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലവരെന്ത് ചെയ്യുന്ന കട്ട ഫുള്ളായിട്ട് ഈ മഞ്ഞളും ചന്ദനവും ഒക്കെ തേച്ച് വെക്കാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ 2 സൈഡും പൊട്ട് തൊടിയിച്ച് നമ്മുടെ ചന്ദനം കൊണ്ട് ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ കുങ്കുമം കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂജാമുറിക്ക് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ഫ്രണ്ട് വാതിലും അതുപോലെ കട്ടിലേക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. അന്ന് അത് നമ്മൾ ദൈവം കുടിയിരിക്കുന്നതായതുകൊണ്ട് അവിടെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കറക്റ്റായി ഇടണം കേട്ടോ. പിന്നെ അതിന് ശേഷം പൊട്ടെല്ലാം തൊടിയിച്ചിട്ട് ഓരോ പൂ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വിളക്കിന് കൂടെ ഇതുപോലെ ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് പൊട്ട് തൊടിയിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മളിതെല്ലാത്തിനും പൊട്ടൊക്കെ ഒന്ന് തൊടിയിച്ച് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ കുങ്കുമമൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ലക്ഷ്മി വിളക്കിനൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വലിയ നിലവിളക്കിന് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുങ്കുമവും പൊട്ടുമൊക്കെ നമ്മുടെ വിളക്കിനെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസിനൊക്കെ കുറിയിടുന്നുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസിനൊക്കെ കുറിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ പൂജാ റൂമിൻ്റെ വാതിലിനും കട്ടിലേക്കും എല്ലാം ഇതുപോലെ കുറി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എല്ലാത്തിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വിളക്കിനെല്ലാം നമ്മൾ പൊട്ട് തൊടിയിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാവിൽ തോരണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മൾ പൊട്ട് തൊടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക, വെളിച്ചെണ്ണയും ഉപയോഗിക്കുക കേട്ടോ. കടലെണ്ണ ഉപയോഗിക്കരുത്. ഇത് 3 എണ്ണയും ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ 5 തിരി ഇട്ടിട്ടാണ് കേട്ടോ വിളക്ക് കൊളുത്തുന്നത്. അങ്ങനെ ഓരോ തിരി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ വിളക്കിൻ്റെ താഴെ നമ്മൾ പൂക്കൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കിൽ താഴെ ബ്രഹ്മാവ് കുടിയിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളക്കിന് എന്താ പറയുക ഇതുപോലെ പൂവൊക്കെ വെച്ചൊന്ന് അലങ്കരിക്കണം എന്നാണ് കേട്ടോ പറയാറുള്ളത്. നമ്മുടെ കയ്യിൽ എന്ത് പൂവാണോ ഉള്ളത് അത് വെച്ച് തന്നെ നമുക്കിതുപോലെ ഒന്ന്
ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പൂവെല്ലാം അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വിളക്കൊളുത്തുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ വിളക്കൊളുത്തുന്നതും അതുപോലെ തന്നെ ഈ പൊട്ട് തൊടുന്നതൊക്കെ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരമാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലീനിങ് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ ഇതുപോലെ പൊട്ട് തൊടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മുടെ വിളക്കൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് അലങ്കരിച്ച് വിളക്കൊക്കെ ഒന്ന് കൊളുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. 5 തിരിയിട്ടിട്ട് വേണമെങ്കിൽ വിളക്കൊളുത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടേക്കും വെച്ചിട്ടും വിളക്കൊളുത്താം കേട്ടോ. അപ്പോൾ ഞാൻ 5 തിരിയിട്ടിട്ടാണ് കേട്ടോ ഇന്ന് വിളക്കൊളുത്തിയിരിക്കുന്നത്. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചന്ദനത്തിരി അതുകൂടെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദനത്തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിളക്കൊളുത്തി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6 മണി ആകാറാകുന്ന സമയത്താണ് വിളക്കൊന്ന് കൊളുത്തിയെടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ കൊളുത്തിയിട്ടുള്ള നമ്മുടെ ചന്ദനത്തിരി നമ്മുടെ കട്ടിളപ്പടിയിൽ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിളക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എന്താ പറയുക വിളക്ക് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. വിളക്കും അതുപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിരിയും കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സാമ്പ്രാണി പുകയ്ക്കുന്നത് ഡെയിലി ഇതുപോലെ നമ്മുടെ കട്ടിളപ്പടിയിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഞാൻ നമ്മുടെ സാമ്പ്രാണിയൊക്കെ പൊടിച്ചത് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് കുന്തിരിക്കാണ് കേട്ടോ. പൊടിച്ചത് കാണിച്ചു കൊടുക്കുക, കുന്തിരിക്കയോ സാമ്പ്രാണിയോ ഇല്ലാതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട സാമ്പ്രാണി അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവിൽ തോരണമൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കട്ടിലെല്ലാം കുറിയിട്ട് അതുപോലെ തന്നെ അവിടെ ഫുള്ളായിട്ട് തന്നെ നമ്മൾ സാമ്പ്രാണി ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റീവായിരിക്കും കേട്ടോ. നല്ല മണത്തോട് കൂടി ഇരിക്കുന്ന വീട്ടിലും അതുപോലെ നല്ല വൃത്തിയോട് കൂടി ഇരിക്കുന്ന വീട്ടിലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീട്ടിലുമാണ് കൂടുതലായിട്ട് നമ്മുടെ ലക്ഷ്മി വാസം ഉണ്ടാകാറുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനൊരു ഭക്തിപ്പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പാട്ടൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ നമ്മൾ പോസിറ്റീവായിരിക്കാൻ അത് നല്ലതായിട്ട് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കറക്റ്റായി ചെയ്തു പോകുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ. അപ്പം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ നന്നായി ഇരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മൾ 6 മണി ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വിളക്കെല്ലാം വെച്ച് അതുപോലെ സാമ്പ്രാണിയും ചന്ദനത്തിരി എല്ലാം കാണിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരവും നമ്മൾ സാമ്പ്രാണിയും ചന്ദനത്തിരി ഇതുപോലെയൊക്കെ നമ്മുടെ കട്ടിളപ്പടിയിൽ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആഴ്ചയിലൊരു ദിവസം ഈ മാവില തോരണം ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ മാവില തോരണത്തിൻ്റെ വിശേഷങ്ങൾ വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ പിന്നെ ഇടാം കേട്ടോ. ഇത് കൂടെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ വീഡിയോ ലെങ്ത് ആകും. അതുകൊണ്ടാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയാതിരുന്നത് കേട്ടോ. ഇത് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ദേവീയും ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.